അട്ടപ്പാടി മധു വധക്കേസിൽ ഒന്നാം പ്രതി ഹുസൈനെ വെറുതെ വിട്ട ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കും. ഇക്കാര്യം മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി മധുവിന്റെ കുടുംബം അറിയിച്ചു. മധുവിന്റെ അമ്മയും സഹോദരിയും തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി വി ഡി സതീശനെ സന്ദർശിച്ചു. ഷാരിഖ് നവാസ് പാലക്കാട്ട് നിന്ന് വിവരങ്ങളുമായുണ്ട്. ഷാരിഖ്, അട്ടപ്പാടി മധു കേസിൽ ഉണ്ടായ തീരുമാനങ്ങളിൽ സർക്കാർ വേണ്ടത്ര ഇടപെട്ടില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒന്നാം പ്രതി ഹുസൈനെ വെറുതെ വിട്ട ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു ഉറപ്പ് സർക്കാർ നൽകിയിരിക്കുന്നത്. മധുവിന്റെ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ട് നടത്തിയ അഭ്യർത്ഥനയിലാണ് ഈ ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്തിരുന്നു. അതായത് അട്ടപ്പാടി മധു വധക്കേസിൽ മധുവിൻ്റെ കുടുംബം സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും അതിനെ നിയമസഹായം തേടി മുഖ്യമന്ത്രി വി ഡി സതീശനെ കാണാൻ തിരുവനന്തപുരത്തേക്ക് പോകുമെന്നും നമ്മൾ ആദ്യം വാർത്ത ഞായറാഴ്ച നൽകിയിരുന്നു. അതിനെ തുടർന്ന് 4-ാം തീയതിയാണ്, അതായത് ഇന്ന് രാവിലേക്കാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ മധുവിൻ്റെ കുടുംബത്തെ കാണാൻ അനുമതി നൽകിയിരുന്നത്. മധുവിൻ്റെ അമ്മ മല്ലിയും അതുപോലെ തന്നെ സഹോദരി സരസും ചേർന്നാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടത്, ഈ നിയമസഹായം തേടിയത്. എന്തായാലും മുഖ്യമന്ത്രി ഈ സുപ്രീം കോടതിയിൽ ഈ കേസുമായി പോകാനുള്ള നിയമസഹായം എല്ലാം നൽകാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. മധുവിൻ്റെ കുടുംബം അത്തരത്തിൽ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മധു വധക്കേസിൽ ഒന്നാം പ്രതി മേച്ചേരി ഹുസൈനെ വെറുതെ വിട്ട നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. അതിനുള്ള എല്ലാ നിയമസഹായവും നൽകാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി മധുവിൻ്റെ കുടുംബം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മധുവിൻ്റെ കുടുംബം ഇപ്പോഴും തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട്. ഗോപികൃഷ്ണൻ. ശരി, ഷാരിഖ് നവാസ് ആണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.